ഹായ്, അപ്പോൾ ഗൈസ് 8:48 ഇന്ന് ഞാൻ റെഡി ആവാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് പറയട്ടെ, നമ്മൾ ലേറ്റ് റെഡി ആയാലും നമ്മുടെ കോളേജ് ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. കൃത്യസമയത്ത് നമ്മൾ കോളേജിൽ എത്തുകയും ചെയ്യും. എങ്ങനെ ശരിയല്ലേ ഞാൻ പറഞ്ഞേ? എന്തെങ്കിലും ഓട്ടെ, കാര്യത്തിലേക്ക് കിടക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം കോളേജിൽ എത്തിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഡൽഹിയിലേക്കൊരു ട്രിപ്പ് ഉണ്ട്. അത് സെപ്റ്റംബർ മാസത്തിലാണെന്നാണ് പറഞ്ഞേ. അപ്പോൾ ഇന്ന് ആ ഏജൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കോളേജിലേക്ക്. അപ്പോൾ എവിടേക്കൊക്കെയാണ് പോണേ, എങ്ങനെയാണ് നമ്മൾ പോണേ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ പോകണ്ടെന്നാണ് കരുതിയത്. പക്ഷെ ഇതൊക്കെ കേട്ട സമയത്തുണ്ടല്ലോ ഗൈസ്, സത്യം പറയാലോ പോവണം എന്ന് തോന്നിപ്പോയി. പക്ഷേ നമ്മൾ കാശും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. നല്ല ഫീസ് ഉണ്ട് അതിന്. എന്ന് വെച്ചാൽ ഡൽഹി വരെ പോകണമല്ലോ. അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മൾ ഫൈനൽ ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞു ഇത് കമ്പൾസറിയാണ്, വന്നേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് പോകാൻ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ കാശ് കേട്ടപ്പോൾ കുറച്ച് ഞെട്ടിപ്പോയി ഗൈസ്, ഞെട്ടിപ്പോയി. കമ്പൾസറി ആണെങ്കിൽ പോയാലേ പറ്റുള്ളൂ. എന്തപ്പം ഉണ്ടായ എല്ലാം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പോവൂന്നും പറയും, പോണില്ല എന്നും പറയും. എന്താണാവോ. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ടാറ്റാ.